ശ്രീ MK ഹരിദാസ്, നമ്മുടെ മുന്നിൽ ഒരു എക്സൈസ് കമ്മീഷണറുടെ ചിത്രമുണ്ട്. ഋഷിരാജ് സിംഗിന്റെ ചിത്രമാണ്. 2016 മുതൽ 19 മുതൽ എക്സൈസ് കമ്മീഷണറായിരുന്ന സമയത്ത് അദ്ദേഹം പിടിച്ചെടുത്തത്, ഒരു വർഷം പിടിച്ചെടുത്തത് 3000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. അന്ന് മയക്കുമരുന്ന് കേരളത്തിൽ ഇതുപോലെ വ്യാപകമായ ഒരവസ്ഥയായിരുന്നില്ല എന്നതുകൂടി ഓർക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രയോ 10 മടങ്ങാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഋഷിരാജ് സിംഗ് ഈ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസം അപ്പോൾ 1 കോടി രൂപയുടെ ഈ മയക്കുമരുന്ന് പിടികൂടാൻ ഇവിടുത്തെ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ എക്സൈസ് വകുപ്പിനെ അതുപോലെ പോലീസിനെ ഒക്കെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ പേരിലാണോ ഇത്തരം ഒരു ഈ പോലീസിനും എക്സൈസിനും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു വിമുഖത വന്നു ചേരുന്നത്? ഇപ്പോൾ നാടിന് തന്നെ വലിയ ബുദ്ധിമുട്ടായി, രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് വലിയ ലഹരി പിടുത്തങ്ങൾ ഉണ്ടാവുകയാണ്. 5000 പേരിലധികം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതാകുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇവിടെ? രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇച്ഛാശക്തിയുടെ കുറവൊന്നും ഇവിടെ ഇല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായ ഇച്ഛാശക്തി ഉണ്ട്. പക്ഷെ കേരളം കഴിഞ്ഞ 100 മാസം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ 9 വർഷങ്ങൾക്ക് ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, 1-2 മാസം ബാക്കി നിൽക്കെ കേരളം ലഹരി വിൽപ്പനയുടെ ഹബ്ബായി മാറിയത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബാധ്യസ്ഥരാണ്. അവിടെ നിങ്ങളുടെ അന്നത്തെ ക്യാപ്ഷൻ കണ്ടിട്ട് ശ്രീ സതീഷ് എന്ന് പറയുന്ന വ്യക്തി അതിലല്പം അദ്ദേഹം അസ്വാരസ്യം പ്രകടിപ്പിച്ചതിന് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്, അവരുടെ പിടിപ്പുകേട് തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ മാസപ്പടിയോ കൃത്യമായ വിൽപ്പനയുടെ ഷെയറോ ഇത് എല്ലാ തലത്തിലും ഇത് എത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എനിക്ക് പരിചയമുള്ള ഒരു എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 50,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളം വഴി വിറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ സംഭരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 50,000 കോടി രൂപയുടെ ഒരു വ്യവസായം തന്നെ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പനയിലൂടെ രൂപം കൊടുത്തിട്ടുള്ളവർ നിസ്സാരക്കാരായിരിക്കില്ല. അത് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ 1 കിലോ 900 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത പോളിടെക്നിക്കിലെ പയ്യന്മാരൊന്നും അല്ല ഇതിന്റെ പുറകിലുള്ളത്. ഇത് കൃത്യമായിട്ട് പോളിടെക്നിക്ക് വഴി വിതരണം ചെയ്യപ്പെടേണ്ട ഒരു വസ്തു, റേഷൻ കടകൾക്ക് ഈ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും വിതരണം ചെയ്യുന്നത് പോലെ ഓരോ നമ്മൾ പറയില്ലേ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു കൊടുത്തതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ SFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ CPM-ന്റെ യുവജന സംഘടനകൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ അല്പം ഹാസ്യം കലർത്തി പറയുകയാണെങ്കിൽ, അവർ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുമ്പോൾ ഈ ശ്രീ പ്രിന്റു മഹാദേവനും അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച വനിതാ നേതാവൊക്കെ ഏറെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു പ്രഹസനമാണ് എന്ന് പറഞ്ഞ്. പക്ഷെ ആ പൊതി മാറാതെ കഞ്ചാവിന്റെ പൊതി ആശുപത്രിയിലും കൊടുക്കുക, ചോറിന്റെ പൊതി ആവശ്യക്കാർക്ക് കഞ്ചാവ് വേണ്ടവർക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താതെ അവർ കൃത്യമായിട്ട് ചോറും പൊതി തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവർ ആ കാര്യത്തിൽ വളരെയധികം ജാഗരൂകരായിരുന്നു എന്ന് വേണം ഹാസ്യാത്മകമായിട്ട് ഈ വിഷയത്തെ കാണാൻ. നോക്കൂ, നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും ഇത് പിടിച്ചടക്കാനും കേരളം പഴയ ഒരു 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്നത് പോലെ ആക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. അതിന് ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഇതേ കളമശ്ശേരി പോളിടെക്നിക്കലിലെ ഒരു 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അവിടെ അമൃതരംഗൻ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ, അവിടെ SFI യൂണിയന്റെ നേതാവും അതുമാതിരി തന്നെ KSUവിന്റെ നേതാക്കളും തമ്മിലുള്ള അടിയിൽ നിന്ന് SFIയുടെ നേതാക്കളെ അവിടെ നിന്ന് ഒരു മറ്റേ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു. ഈ സംഭവം എല്ലാവർക്കും അറിവുള്ളതാണ്, എന്നിരുന്നാലും ഇതിവിടെ പറയാതിരിക്കാൻ തരമില്ല. അപ്പോ അമൃതരംഗൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ മാറ്റി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോൺ വരികയാണ്. ആരെ?
ഈ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ ഫോൺ വരികയാണ്. നിങ്ങളിങ്ങനെ ഞങ്ങളുടെ വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചു കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം വളരെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. നോക്കൂ, ഞാൻ അവരുടെ സുരക്ഷിതത്വം ആലോചിച്ചിട്ടാണ്, കാരണം കത്തിയും കടാരിയും വടിവാളും പിടിച്ചിട്ടാണ് അവിടെ ഇരുവിഭാഗം നിന്നിരുന്നത്. അപ്പൊ അതിൽ SFIക്കാരെ ഞാൻ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെ തുറന്നു വിടും. എടുത്ത വഴിക്ക് ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന നേതാവ് ചോദിച്ചത് എന്താണെന്നറിയോ? ഇന്ന് യൂട്യൂബ് തപ്പിയാൽ കാണും. SFIയുടെ ആൾക്കാരെയൊക്കെ, SFIയുടെ നേതാക്കളുടെയും DYFI നേതാക്കളെയൊക്കെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനൊരു അലിഖിത നിയമമുണ്ടെന്നും അത് മുകളിൽ ബന്ധപ്പെടണമെന്നുമുള്ള കാര്യം താങ്കൾക്ക് അറിയില്ലേ എന്നുള്ള ചോദ്യത്തിന് മറ്റേ അമൃതരംഗൻ എന്ന് പറയുന്ന ഓഫീസർ പിന്നീട് സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെയാണ് സംസാരിച്ചത്. എനിക്കൊരാളുടെ ഔദാര്യവും വേണ്ട, താങ്കൾ എടുക്കാവുന്ന നടപടികൾ എടുത്തോളൂ, ആദ്യം സാറേ എന്നും താങ്കൾ എന്നുമുള്ള വിളിയൊക്കെ പിന്നീട് മാറേണ്ട അവസ്ഥ വന്നു. അപ്പൊ അലിഖിത നിയമം സർക്കാർ സംരക്ഷണയിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന നേതാക്കളെയും എടുക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് ഇതേ കളമശ്ശേരിയിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയായിട്ട് അവരെ പിടിക്കാൻ പോകുന്ന പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എങ്ങനെയാണ് പിടിച്ച് കേസ് ചാർജ് ചെയ്യുക? 5 കിലോ കഞ്ചാവ് പിടിച്ച അത് 1,900 ആക്കിയിട്ട് മാറ്റിയിട്ട് FIR ഇടേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തെ പോലീസുകാരും SIയും അല്ലെങ്കിൽ എക്സൈസുകാരും എത്തുന്നതിന്റെ കാരണം എന്താ? അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ. ഇവിടെ ഒരു പ്രതിഭ എന്ന് പറയുന്ന MLAയുടെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ കയ്യോടെ പിടികൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പൊ കിടക്കുന്നത് എവിടെയാ? കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ ആണ്. അദ്ദേഹത്തിന് റിട്ടയർ ആവാൻ കേവലം 2 മാസമോ 3 മാസമോ മറ്റാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ നിയമപ്രകാരമുള്ള, അതായത് കൃത്യമായ സർവീസിന്റെ നിയമപ്രകാരമുള്ള ട്രാൻസ്ഫർ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും അരിഭക്ഷണം കഴിക്കുന്ന നമുക്കറിയില്ലേ? അത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പാർട്ടി നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പ്രതിഭയുടെ മകനെ പിടിച്ചിട്ടുള്ളത്. പ്രതിഭയുടെ മകൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടണമെന്നും ഒരു പ്രതിഭയുടെ മക്കളും ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടാതെ ഇത്തരം കേസിൽ കുടുങ്ങിയിട്ട് അവരുടെ ഭാവി ജീവിതം നശിപ്പിക്കണമെന്നും നമുക്കൊന്നും ആഗ്രഹമില്ല. പക്ഷെ അത്തരത്തിൽ പിടിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ ഗതികേടും ഇവിടെ കളമശ്ശേരിയിൽ ഒരു തമ്മിൽ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സബ് ഇൻസ്പെക്ടർ ഇടപെട്ടപ്പോ ഉണ്ടായ സംഭവവും ഇതിൽ നമ്മൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥി നേതാക്കളെ നിങ്ങൾക്ക് പിടിക്കാം, പക്ഷെ അവർ ഭരണകക്ഷിയിൽപ്പെട്ടവരാണെങ്കിൽ അവരെ പിടിക്കുമ്പോൾ നിങ്ങളൊരു അലിഖിത നിയമമുണ്ട്. അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുത്തുകൊണ്ടായിരിക്കണം പിടിക്കേണ്ടത്. അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാൻ കഴിയണം. ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ ഒരു പിഴത്തുക അടച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന വകുപ്പുകൾ ചുമത്താൻ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഈ ദുരുപയോഗം, ഈ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന് ഒരു കുറവും വരില്ല. 6.25 ലക്ഷം മദ്യമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നത്. പ്രതിദിനം 6.25 ലക്ഷം ലിറ്റർ. അതിന് 54,000 കോടി രൂപയാണ് ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും ഈ സർക്കാരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മദ്യനിരോധനമല്ല മദ്യവർജനം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ ഇത്തരത്തിൽ മദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ലഹരി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് എന്ന കാര്യത്തിൽ എന്താണ് ഇത്ര സംശയമുള്ളത്? മദ്യവും മദ്യലഹരിയല്ലേ? ആ ലഹരി എത്തിക്കാൻ സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി. ഇപ്പൊ എന്താ പുതിയ നിയമപ്രകാരം ക്യൂവിലെ അവസാനത്തെ വ്യക്തിക്ക് രാത്രി 12 മണിയായാലും അത് കൊടുത്തിട്ട് ബീവറേജസ് കോർപ്പറേഷൻ അടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്ത് ആ സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനകളായാലും യുവജന സംഘടനകളായാലും ലഹരി വിൽപ്പനയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർ ലാഭം കൊയ്യുന്നുവെങ്കിൽ ആ ലാഭം ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവും ഇവിടുത്തെ രാഷ്ട്രീയ വൃന്ദവും കൃത്യമായ പങ്ക് പറ്റുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇവിടെ ഒരു ഏകോപനമില്ല എന്നുള്ളത് വളരെയധികം സത്യമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മോട്ടോർ വാഹന വകുപ്പും പോലീസും കൈകോർത്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണവും കൃത്യമായ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ പരിശോധനകളും നടത്തിയിരുന്നുവെങ്കിൽ കേരളം ഇന്ന് ലഹരി മാഫിയയുടെ ഹബ്ബ് ആകുമായിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.